ഇസ്രായേലിനെതിരെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ മൂന്നാം ദിവസത്തിലേക്ക് കടന്നതോടെ ഇറാന് ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്ക് യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ ട്രംപ് ഇതിന്റെ പേരിൽ അമേരിക്കയെ ആക്രമിച്ചാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള തിരിച്ചടിയുണ്ടാവുമെന്ന് മുന്നറിയിപ്പും നൽകി. ജന്മദിനത്തിൽ തന്റെ സമൂഹമാധ്യമത്തിൽ എഴുതിയ കുറിപ്പിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഏതെങ്കിലും വിധത്തിൽ ഇറാൻ ആക്രമിച്ചാൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ യു.എസ്. സായുധസേനയുടെ മുഴുവൻ ശക്തിയും നിങ്ങൾക്ക് കാണേണ്ടിവരുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നിലവിലെ സംഘർഷം പശ്ചിമേഷ്യയിൽ പൂർണ്ണതോതിലുള്ള യുദ്ധമായി മാറാൻ സാധ്യതയുള്ളതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന കരാറിലെത്തുവാൻ മധ്യവർത്തിയായി പ്രവർത്തിക്കാമെന്നും തനിക്കെളുപ്പത്തിൽ ഒരു കരാറുണ്ടാക്കി ഈ പോരാട്ടം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനെതിരായ ആക്രമണത്തിൽ യു.എസും പങ്കാളിയാവണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിലവിൽ ആക്രമണത്തിൽ പങ്കാളിയാവുന്നത് പരിഗണിക്കുന്നില്ലെന്നാണ് അമേരിക്കയുടെ നിലപാട്. എങ്കിലും ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമേരിക്ക ആവർത്തിച്ചിരുന്നു. യുദ്ധത്തിൽ നേരിട്ട് കക്ഷി ചേരില്ലെന്നും യു.എസ്. പ്രഖ്യാപിച്ചിട്ടുണ്ട്.